സിദ്ദിഖ് എന്നൊരാൾ പ്രദേശവാസിയാണ്. ശ്രീ സിദ്ദിഖ്, അങ്ങ് അവിടുത്തുകാരനല്ലേ? അവിടെ ഉണ്ടോ? ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്തു. ഒരാള് ബോഡി കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. നിലവിൽ ഇപ്പൊ പരിക്കേറ്റവരൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്ത് എടപ്പാൾ ഹോസ്പിറ്റല്, കുറ്റിപ്പുറം ഹിൽഫോർട്ട് ഹോസ്പിറ്റല്, അതുപോലെ തന്നെ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റല്, അങ്ങനെ പിന്നെ കൂടുതൽ പരിക്കുള്ളവരെ മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതര പരിക്കുള്ള 1-2 പേരുണ്ട്. അതാണ് സാഹചര്യം. അപകട സ്ഥലത്ത് ഇപ്പൊ എല്ലാം നിയന്ത്രണവിധമായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു പരിക്കുറ്റ ആളെ ഫയർഫോഴ്സ് വന്നിട്ട് ബസ് പൊളിച്ചിട്ടാണ് പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയത്. കണ്ട് പരിക്ക് നിസ്സാരം പരിക്കുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അവസ്ഥ. 3 പേർക്ക് ഗൗരവമുള്ള പരിക്കുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പരിക്ക് പറ്റിയവരുടെ കാര്യത്തില് ഹോസ്പിറ്റലിൽ ചെയ്തല്ലോ. ഇനിയിപ്പോ അവിടുന്ന് പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഈ മരണപ്പെട്ട ആള് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലുണ്ട് ബോഡി. താങ്കൾ ഈ സ്ഥലത്തുണ്ടോ? അപകടം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു? പിന്നീട് പോകുന്നത് അതാ ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ്. അവിടെ ഈ എല്ലാം അങ്ങോട്ട് മാറ്റി ട്രാഫിക് ജാം ഒഴിവാക്കി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് ഞാൻ സ്പോട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അവിടെ പോലീസ് സ്പോട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയതാണോ? അതെ അതെ അതെ. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ വാഹനങ്ങളിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മറ്റു വാഹനങ്ങളിൽ ആളുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് പോലീസ് എത്തി, നാട്ടുകാരെത്തി, അതുപോലെ തന്നെ ഫയർഫോഴ്സ് എത്തി. അതാണ് സംഭവം. ബസ് വളരെ ഇതായിരുന്നു. എന്താ പറയാ, ബസ്സിന്റെ അവസ്ഥ വളരെ ഇതാണ്. ബസ് 2 തുണ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു ഡിവൈഡറിന്റെ മറുഭാഗത്തേക്ക് ഒരു ഭാഗം പോയി, അത് 2 കഷ്ണം പോലെ അല്ലേ? 2 കഷ്ണം പോലെ ബസ്സിന്റെ ബോഡിയെല്ലാം പൊളിഞ്ഞ് സെൻട്രലായിട്ട് ബസ് പൊട്ടിയിട്ടുണ്ട്. നല്ല അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ അവസ്ഥ ഇനിയിപ്പോ ഹോസ്പിറ്റലൈസ് ചെയ്തൊരവസ്ഥ, അവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു കാർ അവിടെ അപകടത്തിൽപ്പെട്ടായിരുന്നല്ലോ. കാറിൽ പോയി മറിഞ്ഞാണ്. കാറ് അപകടത്തിന് കാരണമായെന്ന് പറയാൻ വയ്യ. മഴ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ നടത്തുമ്പോഴേ. അല്ല, ഞാൻ ചോദിച്ചത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാർ അപകടം ഉണ്ടായി, ഇപ്പൊ ബസ് അപകടം ഉണ്ടാകുന്നു. അങ്ങനെ അപകട സ്ഥിരമായി അവിടെ നടക്കാറുണ്ടോ? ഈ സ്ഥലത്ത് നേരത്തെ അപകടത്തിന് സാധ്യത ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. അവിടെ കൈലാസം ഓഡിറ്റോറിയം നേരത്തെ NH ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോ ഈ റോഡിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ 3 ട്രാക്കുള്ള റോഡ് വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ എത്തുമ്പോൾ ചുരുങ്ങി വരികയാണ്. ആ സമയത്താണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. അതായത് 3 വരിപ്പാത ചെന്ന് നേരെ ROB റെയിൽവേ ബ്രിഡ്ജിന് വരികയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക്. അപ്പൊ ഒരു റോഡിന്റെ വീതിയിൽ കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ വേഗത കൃത്യമായി, റോഡ് ചുരുങ്ങുന്നതനുസരിച്ച് വേഗത കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ലേ? അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം NHന്റെ കയ്യിലല്ലേ കാര്യങ്ങൾ. പോലീസൊന്നും NHല് ട്രാഫിക്കിലില്ലല്ലോ. ഇത് ഓൾറെഡി സിഗ്നൽ ബോർഡുകളൊക്കെ വെച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ചില വാഹനങ്ങള് സ്പീഡിൽ വരുമ്പോ അത് കൺട്രോൾ ആവാൻ പറ്റുന്നില്ല. കാരണം ഹൈവേയിൽ 3 വരിപ്പാത കഴിഞ്ഞ് ROBക്ക് എത്തുമ്പോൾ റോഡ് ചുരുങ്ങുമ്പോ അതിനനുസരിച്ച് സ്പീഡിലല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഓൾറെഡി വണ്ടി കൺട്രോൾ പോകുന്നുണ്ടാവും. അതാണ് അപകടത്തിന് അവിടെ സാധ്യത കൂടിയിട്ടുള്ളത്. അതാണ് ഈ 1-2 വർഷങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ ഒരു ലേഡി ഡ്രൈവ് ചെയ്യുന്ന വാഹനം വളരെ ഗുരുതര പരിക്കായിരുന്നു. പക്ഷെ അവര് രക്ഷപ്പെട്ടു. 2 ദിവസം ഒരു കാർ ആക്സിഡന്റ് ആയി. ഇപ്പൊ ഈ ബസ് എന്താ വെച്ചാൽ ROBയിലേക്ക് ഇപ്പോൾ ചുരുങ്ങാണ്. അതാണ് വിഷയം. അവിടുന്ന് 2 സൈഡിലുള്ള സർവീസ് റോഡ് ഉണ്ട്. NHന്റെ ഈ 3 വരിപ്പാത, അത് 3 വരിപ്പാത തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ROB ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്ത് പോകുമ്പോൾ സെപ്പറേറ്റ് ROB ഉണ്ട്. പക്ഷെ 3 വരിപ്പാത ചുരുങ്ങുമുള്ള ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഹിൽഫോർട്ട് ഹോസ്പിറ്റലിൽ ഞാൻ കയറാൻ നിൽക്കണം. അവിടെ കയറിയിട്ട് അവിടുത്തെ വിവരങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കിയിട്ട് വേണമെങ്കിൽ മെസ്സേജ് ഇട്ടുതരാം. ആർക്കൊക്കെ പരിക്ക് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഇപ്പൊ സ്പോട്ടിൽ വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. അങ്ങേ വീണ്ടും വിളിക്കാം. അത്തരം വിവരങ്ങൾ കൂടി വേണം. കാരണം എല്ലാവർക്കും ആശങ്കയുള്ളതാണല്ലോ. പ്രത്യേകിച്ച് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുമായി അടുപ്പമുള്ളവർ, ബന്ധുക്കൾ, അവരെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പലരും അല്പം ദൂരെയായിരിക്കാം, അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഈ വിവരം അറിയാത്തവരുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിവരങ്ങൾ, ആശുപത്രിയിലെ വിവരങ്ങൾ കൂടി അറിയുന്നത് വളരെ ഉചിതമാണ്. അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ആശുപത്രിയെല്ലാം അടുത്ത് തന്നെയാണോ സിദ്ദിഖ്? ഞാൻ ഹിൽഫോർട്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിലുണ്ട്. ഇവിടെ ബന്ധപ്പെട്ട കേസുകളിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹിൽഫോർട്ട് ഹോസ്പിറ്റലാണ് തൊട്ടടുത്തുള്ളത്.
അവിടെ ഇവിടെ വന്നിട്ടാണ് കുറെ കേസുകൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര കേസുണ്ടെന്നോ എവിടേക്ക് കൊണ്ടുപോയെന്നുള്ള ഡീറ്റെയിൽ പതുക്കെ തരാൻ പറ്റും. ഓക്കെ, നന്ദി ശ്രീ സിദ്ദിഖ്. വീണ്ടും താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം.